കണ്ടൻ ഏതുമദുഷ്ടനാം പുത്രൻ തന്റെ ദുശ്ചെയ്തിയാൽ ജ്യോതിശാസ്ത്രാചാര്യനല്ലോ ഭവാനെ എന്തേവമാകുവാൻ ഗുരുശുശ്രൂഷയാൽ വേദം വിധി പോലെ പഠിച്ചു. സൂര്യോദയം ഉണ്ണുന്നതുത്തമം അഥവാ പഴമോ പാലോ നെയ്യോ മാത്രം കഴിക്കാം. വെളുപ്പുള്ള വിധം സൗഖ്യങ്ങളെല്ലാം ദാരിദ്ര്യം താൻ ഭുജിച്ചിടും. കഥ വായിക്കവേ മറ്റു കാര്യത്തിൽ യാഗങ്ങൾ തൻ ഫലം സ്വർഗം പിന്നെയും വീഴ്ച നിശ്ചയം. ഏവം സംസാര ചക്രത്തിൽ കറങ്ങുന്നു നിരന്തരം. ജ്ഞാനമില്ലാതെ സർവജ്ഞാമുക്തരാവില്ലൊരിക്കലും. ത്രിഗുണാത്മകമാം കാലചക്രത്തിൽ പെട്ട മനുഷ്യർ രസങ്ങളെല്ലാം ഉട്ടിങ്ങി രണ്ടാം അധ്യായം. സൂതൻ പറഞ്ഞു, വേദം വാഴ്ത്തുന്നൊര പുണ്യ പുരാണത്തെ കഥിക്കുവാൻ മഹാത്മാങ്ങൾ കൽപ്പിക്കൊണ്ടു ഞാൻ ധന്യധന്യനായി അതുല്യമായി സർവശാസ്ത്രാഗമങ്ങൾക്കും രഹസ്യമായി കോപ്പീടുമാതിശക്തി സകലം സർവാശയത്തിൽ സ്ഥിര ദുഷ്ടന്മാർക്കറിവിൽ പെടാത്തവൾ കലിയിങ്ങു വരാസ്ഥാനം അതിനാലിതെടുത്തു ഞാൻ. കലിഭീതിയെഴും സിദ്ധന്മാരും മറ്റു മുനീന്ദ്രരും പുരോടാശാദിയായ യജ്ഞം പശുവീനം കഴിച്ചുതാൻ നാൾ കഴിക്കുകയാണെന്നു മുറ്റും സത്യയുഗം വരെ. കേൾക്കുവാൻ ഞങ്ങളുണ്ടിങ്ങു വക്താവോ മതിമാൻ ഭവാൻ. മറ്റു വാഞ്ചിതാർത്ഥങ്ങൾ നൽകുവാൻ ദേവനാരയുവാസൂരിയെ അലിച്ചു
ദുഃഖിച്ചൊന്നു ഞാൻ ദേവം ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. പൊന്നു 18 പടിയേ ശരണമയ്യപ്പ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവനെ ദേവിയേ ദേവിയേ ദേവനെ ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം ഗണപതി ശരണം സരസ്വതി ശരണം ഗണപതി ശരണം സരസ്വതി ശരണം ഗുരുവരനെ ശരണം ശരണം ഗുണനിധിയെ ശരണം ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ചിന്മയ രൂപ ഏകാന്തവാസ കാനനവാസ ഭൂലോകനാഥ വില്ലാടി വീര ശ്രീമണികണ്ഠ പന്തള രാജ മോഹന രൂപ ഹരിഹരസുതനെ പമ്പാവാസ ശ്രീമണികണ്ഠ ശ്രീശബരീശ ജ്യോതിർമയനെ കേരളപുത്ര മകരപ്പൊരുളെ മോക്ഷം തരണേ മഹിഷി മർദ്ദന മനുകുലപാല ഗണപതി സോദര ഷൺമുഖ സോദര ആശ്രിത രക്ഷക മംഗളരൂപ സത്യസ്വരൂപ സങ്കടനാശക സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ നെയ്യഭിഷേകം സ്വാമിക്ക് കർപ്പൂര ദീപം സ്വാമിക്ക് ഭസ്മാഭിഷേകം സ്വാമിക്ക് ആഴി പൂജ സ്വാമിക്ക് സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കന്നിക്കെട്ട് ശബരിമലയ്ക്ക് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കന്നിക്കെട്ട് ശബരിമലയ്ക്ക് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ശബരിമലയ്ക്ക് ആരെ കാണാം സ്വാമിയെ കണ്ട ആരെ കാണാം സ്വാമിയെ കണ്ട സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ സ്വാമിയെ അയ്യപ്പോ സ്വാമിയെ സ്വാമിയപ്പ ശരണമപ്പ സ്വാമിയപ്പ ശരണമപ്പ കാനനവാസ കാക്കണം ദേവ ദേഹബലം താ പാദബലം താ ദേഹബലം താ പാദബലം താ പാദബലം താ ദേഹബലം താ കല്ലും മുള്ളും കാലിലുമെത്ത കല്ലും മുള്ളും കാലിലുമെത്ത സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവൻ ശരണം ദേവി ശരണം ദേവനെ ദേവിയേ ദേവിയേ ദേവനെ ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം ഗണപതി ശരണം സരസ്വതി ശരണം ഗണപതി ശരണം സരസ്വതി ശരണം ഗുരുവരനെ ശരണം ശരണം ഗുണനിധിയെ ശരണം ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം ചിന്മയ രൂപ
ഏകാന്തവാസ കാനനവാസ ഭൂലോകനാഥ വില്ലാളി വീര ശ്രീമണികണ്ഠ പന്തള രാജ മോഹന രൂപ ഹരിഹര സുതനേ പമ്പാവാസ ശ്രീമണികണ്ഠ ശ്രീ ശബരീശ ജ്യോതിർമയനേ കേരളപുത്ര മകരപ്പൊരുളേ മോക്ഷം തരണേ മഹിഷീമർദ്ദന മനുകുലപാല ഗണപതി സോദര ഷൺമുഖ സോദര ആശ്രിത രക്ഷക മംഗളരൂപ സത്യസ്വരൂപ സങ്കടനാശക സ്വാമിയേ അയ്യപ്പ സ്വാമിയപ്പ ശരണമപ്പ സ്വാമിയപ്പ ശരണമപ്പ നെയ്യഭിഷേകം കർപ്പൂര ദീപം ഭസ്മാഭിഷേകം ആഴി പൂജ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ പള്ളിക്കെട്ട് കന്നിക്കെട്ട് പള്ളിക്കെട്ട് കന്നിക്കെട്ട് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ആരെ കാണാം സ്വാമിയെ കണ്ട ആരെ കാണാം സ്വാമിയെ കണ്ട സ്വാമിയെ അയ്യപ്പോ സ്വാമിയെ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ സ്വാമിയപ്പ ശരണമപ്പ കാനനവാസ കാക്കണം ദേവ ദേഹബലം താ പാദബലം താ ദേഹബലം താ പാദബലം താ പാദബലം താ ദേഹബലം താ കല്ലും മുള്ളും കാലിനുമെത്ത കല്ലും മുള്ളും കാലിനുമെത്ത സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയപ്പ ശരണമപ്പ സ്വാമിയപ്പ ശരണമപ്പ ആദ്യമായിട്ട് നമ്മൾ ഈ ചടങ്ങിന് വേണ്ടി ആചാരനായിട്ട് എഴുക്കോട് കൃഷ്ണാസ്തംപൂരി നമ്മൾ ഭരിച്ചു. അതിനുശേഷം നമ്മൾ ഇന്നലെ ചെയ്തത് ഗണപതിയെ പൂജിച്ചു. അതിനുശേഷം ഇവിടെ ഈ പ്രാസാദത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ശുദ്ധികൾ ചെയ്തു. ശുദ്ധികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ അമ്പലത്തെ വീടുകളിൽ എവിടെയും ചില അശുദ്ധമായിരുന്നു. ലോഹത്തിൻ്റെ നമ്മൾ സാധാരണ ഒരു പ്രതിമ വാങ്ങുന്നത് പോലെ. പക്ഷെ ഇന്നലെ ഈ ജലാധിവാസം എന്ന് പറഞ്ഞിട്ട് ഇത് പ്രതിഷ്ഠിക്കാൻ പാകത്തിനാക്കണ ക്രിയകൾ ജലാധിവാസം എന്ന് പറയുന്ന വെള്ളത്തിൽ ഇന്നലെ ചടങ്ങോടുകൂടി വെള്ളത്തിലിട്ടു. ഇന്നലെ അതാണ് ഇന്നലെ ഉണ്ടായത്. ഇന്ന് രാവിലെ ആദ്യം ഗണോദയം ഉണ്ടായി. അതിനെ പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അതിനുശേഷം ബിംബശുദ്ധി എന്ന് പറയുന്ന കുറച്ച് കലശങ്ങൾ പൂജിച്ചു. നമ്മൾ ഇന്നത്തെ അയ്യപ്പന് അഭിഷേകം ചെയ്തു. അതിന് വേണ്ടി നമ്മൾ ഇന്നലെ ചെയ്ത് പുറത്തെ കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ചെയ്തത് ദേവന് എന്തെങ്കിലും അശുദ്ധി അതുപോലെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ അമ്പലമൊക്കെ ആകുമ്പോൾ നമ്മൾ ശ്രീകോവിൽ തന്നെ അശുദ്ധിയായിക്കോണമെന്നില്ല. പുറത്തെ ശുദ്ധിയിൽ അവിടെ ചൈതന്യം പുതിയ ചെയ്യപ്പെട്ട ചൈതന്യം യോജിക്കും. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ ഇപ്പോൾ മേജറായിട്ട് നമ്മൾ എന്തെങ്കിലും അസുഖങ്ങളുടെ ചികിത്സ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം പെർഫെക്റ്റായിട്ടാണ് ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ ആ രീതി ഒരു ഉദാഹരണം പറഞ്ഞുള്ള അത് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ചുരുക്കം ചെയ്താണ് ബിംബശുദ്ധി. അവിടെയും ആ ബിംബം ശുദ്ധി മുഴുവൻ ചെയ്തു. ഇവിടെ അതെ ഇത് നാളെ പ്രതിഷ്ഠിക്കാനുള്ള ഇന്നത്തെ ബാക്കി ചടങ്ങ് താന്ത്രിക വിദ്യപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തു. ഇനി അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഈ വിഗ്രഹം നമ്മളവിടെ ശയ്യ എന്ന് പറയും. ഇവിടെ നാളെയാണ് പ്രതിഷ്ഠിക്കുന്നത്. ഒന്ന് നമ്മളവിടെ കൊണ്ടുപോയി അവിടെ കിടത്തുന്നിരിക്കും. അതിന് ശേഷം വൈകുന്നേരം ഇതുപോലെ അത് വീണ്ടും ചൈതന്യം കൂട്ടാൻ നമ്മളെ അനുഗ്രഹിക്കാനുള്ള ശക്തിൻ്റെ ധ്യാനാധിവാസം എന്നുള്ള ചടങ്ങുകളുണ്ട്, പൂജാചടങ്ങുകളൊക്കെ അതൊക്കെ ചെയ്ത് നാളെ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് പ്രതിഷ്ഠയ്ക്ക് തയ്യാറാവും. അങ്ങനെ പൂജകളാണ് ചെയ്യുന്നത്. നമ്മൾ ചുരുക്കം ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ചടങ്ങുകൾ കഴിഞ്ഞ് ഇത് ശൈലിയിൽ കൊണ്ട് കിടത്തുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് എഴുന്നള്ളിക്കുക ജവാദിഘോഷങ്ങളോട് കൂടിയിട്ട്. അപ്പം നമ്മൾ ക്രിയ ചെയ്തതിനൊപ്പം നാമം ജപിച്ച ഇതുവരെ വരാനാണ് കേട്ടോ. ഏകദേശം ധാരണ ഉണ്ടാവും തോന്നുന്നു.
ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. പൊന്നു 18 പടിയേ ശരണമയ്യപ്പ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം. ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം. ദേവൻ ശരണം ദേവി ശരണം ദേവൻ ശരണം ദേവി ശരണം. ദേവനെ ദേവിയേ ദേവിയേ ദേവനെ. ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം. ഭഗവാൻ ശരണം ഭഗവതി ശരണം ഭഗവതി ശരണം ഭഗവാൻ ശരണം. ഗണപതി ശരണം സരസ്വതി ശരണം ഗണപതി ശരണം സരസ്വതി ശരണം. ഗുരുവരനേ ശരണം ശരണം ഗുണനിധിയേ ശരണം ശരണം. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം. ചിന്മയ രൂപ അയ്യപ്പ ഏകാന്തവാസ അയ്യപ്പ കാനനവാസ അയ്യപ്പ ഭൂലോകനാഥ അയ്യപ്പ വില്ലാളി വീര അയ്യപ്പ ശ്രീമണികണ്ഠ അയ്യപ്പ പന്തള രാജ അയ്യപ്പ മോഹന രൂപ അയ്യപ്പ ഹരിഹരസുതനേ അയ്യപ്പ പമ്പാവാസ അയ്യപ്പ ശ്രീമണികണ്ഠ അയ്യപ്പ ശ്രീശബരീശ അയ്യപ്പ ജ്യോതിർമയനേ അയ്യപ്പ കേരളപുത്ര അയ്യപ്പ മകരപ്പൊരുളേ അയ്യപ്പ മോക്ഷം തരണേ അയ്യപ്പ മഹിഷി മർദ്ദന അയ്യപ്പ മനുകുലപാല അയ്യപ്പ ഗണപതി സോദര അയ്യപ്പ ഷൺമുഖ സോദര അയ്യപ്പ ആശ്രിത രക്ഷക അയ്യപ്പ മംഗളരൂപ അയ്യപ്പ സത്യസ്വരൂപ അയ്യപ്പ സങ്കടനാശക അയ്യപ്പ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ നെയ്യഭിഷേകം സ്വാമിക്ക് കർപ്പൂര ദീപം സ്വാമിക്ക് ഭസ്മാഭിഷേകം സ്വാമിക്ക് ആഴി പൂജ സ്വാമിക്ക് സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കന്നിക്കെട്ട് ശബരിമലയ്ക്ക് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കന്നിക്കെട്ട് ശബരിമലയ്ക്ക് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് ശബരിമലയ്ക്ക് കെട്ടും കെട്ടി ആരെ കാണാ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും ആരെ കാണാ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ കാനനവാസ അയ്യപ്പ കാക്കണം ദേവ അയ്യപ്പ ദേഹബലം ത അയ്യപ്പ പാദബലം ത അയ്യപ്പ ദേഹബലം ത അയ്യപ്പ പാദബലം ത അയ്യപ്പ പാദബലം ത അയ്യപ്പ ദേഹബലം ത അയ്യപ്പ കല്ലും ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല ഒരേ ഒരു മോഹം ദിവ്യദർശനം ഒരേ ഒരു മാർഗം 18 പടി ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല ഒരേ ഒരു മോഹം ദിവ്യദർശനം ഒരേ ഒരു മാർഗം 18 പടി ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ
ദർശനം. ഒരേ ഒരു മാർഗം 18-ാം പടി. ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. വനതലം വിറയ്ക്കും വലിയ ശബ്ദധാര, സുരപഥം നടുങ്ങും ശരണശബ്ദധാര. വനതലം വിറയ്ക്കും വലിയ ശബ്ദധാര, സുരപഥം നടുങ്ങും ശരണശബ്ദധാര. അടവികൾ കടന്നു മലകളും കടന്നു പരമപാവനം പൂങ്കാവനം കടന്നു. അടവികൾ കടന്നു മലകളും കടന്നു പരമപാവനം പൂങ്കാവനം കടന്നു.
राजराजेश्वरी कृपाकरी शङ्करि पाहि मां श्री राजराजेश्वरी कृपाकरी शङ्करि पाहि मां श्री राजराजेश्वरी कृपाकरी शङ्करि पाहि मां श्री राजराजेश्वरी श्री राजराजेश्वरी कृपाकरी शङ्करि पाहि मां श्री राजराजेश्वरी जनरञ्जनी निरञ्जनी भण्डचण्डमुण्डखण्डनि महिषभञ्जनी जनरञ्जनी निरञ्जनी पण्डित श्रीगुहदासपोषिणि सुभाषिणि रिपुभीषणि वरभूषणि पण्डित श्रीगुहदासपोषिणि सुभाषिणि रिपुभीषणि वरभूषणि पमरिसा दप पमरिसा निसरि गम प सरि गम प दप म पद पनि स पनि सरि सरि गम रि स द पमरि सरि गम पाहि मां श्री राजराजेश्वरी कृपाकरी शङ्करि पाहि मां श्री राजराजेश्वरी
തരാൻ വേണ്ടി നമുക്ക് ആരാധിക്കാൻ അയ്യപ്പനെ പൂർണ്ണ ചൈതന്യത്തോടുകൂടി നമുക്കിവിടെ പ്രതിഷ്ഠിച്ച് തരാൻ വേണ്ടി അദ്ദേഹത്തിന് ആചാര്യവരണം എന്ന് പറഞ്ഞിട്ട് ഒരു അദ്ദേഹത്തിനവിടെ ആചാര്യനെ നമ്മൾ സ്വീകരിച്ചു. ആദ്യത്തെ ദിവസമാണ് വെള്ളിയാഴ്ച വൈകുന്നേരം. അതിനുശേഷം പിന്നെ നമ്മൾ അമ്പലത്തിൽ സാധാരണ എല്ലാ ദിവസവും ആരാധനകളൊക്കെ ചെറിയ ചെറിയ അശുദ്ധികൾ അതിൻ്റെ ഒപ്പം തന്നെ വരും. അപ്പോൾ സ്വാഭാവികമാണ്. ഇവിടെയും വരും, ഗുരുവായൂർ വരും, ശബരിമലയും വരും, ഏതമ്പലത്തിൽ പോയി വരും. സ്വാഭാവികമായിട്ടും നമ്മളെ ശുദ്ധത്തിൻ്റെ വിഷയങ്ങളൊക്കെ കുറേ മാറ്റങ്ങളുണ്ടാവും. പഴയ നമുക്ക് ആചാരം കഴിയില്ല അതിനെപ്പറ്റി. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഴുവൻ തീരാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രാസാദം ശ്രീകോവിലിൻ്റെ ശുദ്ധി, ശ്രീകോവിലുമായിട്ട് ബന്ധപ്പെട്ട ശുദ്ധികളൊക്കെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പുതിയ പ്രതിഷ്ഠിക്കാനുള്ള ബിംബങ്ങൾ നമ്മൾ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ അത് ലോഹം മാത്രമാണ്, നമുക്ക് വേറൊരു ലോഹം കിട്ടുന്ന പോലെയാണ്. അത് നമുക്ക് പ്രതിഷ്ഠിക്കാൻ യോഗ്യമാണെങ്കിൽ ഓടിക്കൊണ്ട് നേരെ പ്രതിഷ്ഠിക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ട ചടങ്ങുകൾ ഏറ്റവും ആദ്യം നമ്മൾ തന്ത്രശാസ്ത്ര വിധി പ്രകാരം നമ്മൾ ജലത്തിൽ ജലാധിവാസം എന്ന് പറയും, ജലത്തിൽ അത് കൊണ്ടുപോയി വെക്കുക. അതിനും പൂജകളും കാര്യങ്ങളൊക്കെ ആ വിധി പ്രകാരം തന്നെ അത് ജലാധിവാസം ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ശുദ്ധികളും നടത്തും. പിന്നെ അതിനുശേഷം ഇന്ന് രാവിലെ ഗണപതി ഹോമങ്ങൾ ഞാൻ പറഞ്ഞു, ഗണപതി തടസ്സങ്ങൾ തീരാൻ വേണ്ടിയാണ്, നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും തീരാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു ശുഭകാര്യം നമ്മൾ ചെയ്യുമ്പോഴും ഗണപതി ഹോമമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസ്താവിക്കാറുണ്ട്. ഗണപതിയെ പ്രസ്താവിച്ചാൽ മറ്റ് ദേവന്മാരൊക്കെ പ്രസ്താവിക്കുന്നത് ഒരു കാര്യത്തിൽ തടസ്സമുണ്ടാവില്ല. ആ കാര്യത്തിന് വേണ്ടി ഗണപതി ഹോമം ചെയ്തു. അത് ഏതൊരു പരിപാടിക്കും ഉണ്ടാവുന്നതാണ്, വീടുകളിലാണെങ്കിൽ കൂടി. അതിനുശേഷം ഇന്ന് രാവിലെ നമ്മൾ ഇന്നലെ ചെയ്തത് പ്രാസാദത്തിന് ശുദ്ധികളാണ്. ഇന്ന് രാവിലെ അതേപോലെ ബിംബത്തിനും എന്തെങ്കിലും അശുദ്ധികൾ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നമ്മൾ ദിവസം ചെയ്യാറുള്ളതാണ്. എന്തെങ്കിലും പൂർണ്ണമായി തീർത്തിട്ട് വേണം നമ്മൾ ഇപ്പം നമ്മൾ ആരാധിക്കുന്ന അയ്യപ്പനിൽ നിന്നും അതുപോലെ തന്നെ തന്ത്രിയുടെ ഉപാസനയുടെ ഒരു ഭാഗം അതൊക്കെ നമ്മൾ പുതിയ പ്രതിഷ്ഠിക്കുന്നതിൽ ചേർക്കും. അപ്പോൾ ആ ചൈതന്യം പൂർണ്ണമാകുമ്പോഴാണ് നമുക്ക് നമ്മളെ ദേവൻ അനുഗ്രഹിക്കാനുള്ള ശക്തി കിട്ടും. അപ്പോൾ അതിന് വലിയ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ആവാഹിക്കാൻ വേണ്ടി നമ്മൾ ആ ബിംബം മുഴുവനായിട്ട് ശുദ്ധി ചെയ്യും. ശുദ്ധി ചെയ്തതിനായിട്ടുള്ള ആദ്യം ശുദ്ധി എന്ന് പറയുക ചടങ്ങ് രാവിലെ കണ്ടുണ്ടാവും. അത് ഈ തന്ത്രശാസ്ത്രപ്രകാരം പ്രതിഷ്ഠിക്കാനുള്ള മുൻപ് ചെയ്യുന്ന ചടങ്ങുകളാണ്. മുഴുവൻ ചിലപ്പോൾ ചടങ്ങായിട്ട് പറഞ്ഞാൽ മനസ്സിലായിക്കോണമെന്നില്ല. ആ കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്ത ശേഷം നമ്മളിവിടെ ചെയ്യാമെന്നാണ് പറയുന്നത്. ചെയ്യാമെന്ന പരിപാടിക്ക് നമ്മൾ പുതിയ ഉണ്ടാക്കിയ ബിംബവും അതുപോലെ തന്നെ പഴയ അയ്യപ്പനോടെ കൊണ്ടാൽ പറ്റും. അതിനുശേഷം വൈകുന്നേരം ഇവിടെ ഈ ശ്രീകോവിൽ നമ്മളൊന്നും ചെയ്തിട്ട് ശുദ്ധി പ്രാസാശുദ്ധി തുടങ്ങിയ കാര്യങ്ങൾ ശ്രീകോവിൽ ശുദ്ധി ചെയ്തു. അതുപോലെ തന്നെ നമ്മൾക്ക് പുതിയ പണിത സ്ഥലമാണ്. അപ്പോൾ ചിലപ്പം മാനുഷികമായി പണിയാകുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം, സ്വാഭാവികമായിട്ട് വരാം. അതൊക്കെ തീരാൻ വേണ്ടി വാസ്തു പണിയാണ്. നമ്മുടെ ഈ അമ്പലത്തിൻ്റെ ഒരു ചെറിയ പ്രതീകം തന്നെയാണ്. അതായത് പത്മട്ട് വീടുകളൊക്കെ ഉണ്ടാവും. പത്മട്ട് അത് ഓരോ ദിക്കിലും ഓരോ ദേവന്മാരുണ്ട്, 66 ഓരോ ദേവന്മാരുണ്ട്. അവരെ പൂജിച്ച് അവർക്ക് ബലി തൂക്കി. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നമുക്ക് നാളെ പ്രതിഷ്ഠിക്കാൻ യോഗ്യം. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ അയ്യപ്പൻ ഒന്നും കൂടി ചൈതന്യം കൂട്ടാൻ കഴിയും. ചൈതന്യം പൂർണ്ണമായ മാത്രമേ നമുക്ക് നമ്മളെ അനുഗ്രഹിക്കാൻ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിന് വേണ്ടി ഇവിടെ ധ്യാനാഭ്യാസം എന്നൊക്കെയാണ് പറയുക. അപ്പോൾ വലിയ പറയുന്നത് കുറച്ചും കൂടി പ്രിയ വിപുലമാവുന്നു. നമുക്ക് ആരാധിക്കാൻ പകർന്ന രീതിയിലുള്ള ധ്യാനാഭ്യാസം ചടങ്ങുകളാണ് ചെയ്തിട്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതേപോലെ ശ്രീകോലൊക്കെ ശുദ്ധിയാക്കി ഇനി നമ്മൾ ചെയ്യാനുള്ളത് നാളെ രാവിലെ അത് പ്രതിഷ്ഠിക്കുകയാണ്. അതിൻ്റെ മുഖത്ത് നമ്മൾ 8:30 മുതലല്ലേ സമയം 8:30 മുതൽക്ക് 10:30 സമയത്തിൻ്റെ ഉള്ളിലാണ് പ്രതിഷ്ഠിക്കുന്നത്. അതിൽ പറയാനുണ്ടാവും നമ്മളെല്ലാവരും ആ സമയം. ഇത് വേണ്ടിയാന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ കണ്ടാൽ തന്നെ എല്ലാം പറയണം. കൂട്ടായ്മകളുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത് പലർക്കും കൊണ്ടായതുകൊണ്ട് എങ്കിലും കൊണ്ടും കൂടി പറയുകയാണ്, നമ്മളെല്ലാവരും ആ സമയത്ത് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കുടുംബക്ഷേത്രമാണ്. ചിലപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ ഒരാൾ വിചാരിച്ചാൽ തന്നെ ഇതുപോലെ ശ്രീകോവിലുണ്ടാക്കി നമുക്ക് പ്രതിഷ്ഠയും കഴിഞ്ഞൊന്ന് വരാം. സാമ്പത്തിക ആളുകളുണ്ടാവും, വലിയൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിൽ കൂടി നമ്മൾ ഒന്നിച്ച് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത കൂടുതൽ. നമ്മളെല്ലാവരും കൂടി ഒരു അമ്പലം മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ എല്ലാവരും കൂടി നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചനുഗ്രഹം അതുപോലെയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളെല്ലാവരും ആ സമയത്ത് ഇവിടെ ഉണ്ടാവും. പ്രതിഷ്ഠ 8:30 to 10:30 ആ സമയത്താണ് അത് പ്രതിഷ്ഠിക്കുന്നതിന്. നമ്മളിത് അതിൻ്റെ ചടങ്ങ് പ്രകാരം അകത്തേക്ക് ആവാഹിച്ചതിനൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ ചെയ്താൽ കൂടി പശുദാനം കേട്ടിട്ടുണ്ടാവും. ഉത്തമനായ ബ്രാഹ്മണനൊക്കെ നമ്മൾ ദാനങ്ങൾ ചെയ്ത് ചില കുറേ കാര്യങ്ങൾ ആ ദാനങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മാനുഷികമായി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്താണ് പ്രതിഷ്ഠിക്കുക. നമ്മുടെ ചടങ്ങുകൾ നമ്മളിവിടെ ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ നാമജപം നമ്മളെല്ലാവരും ഇവിടെ വേണം. ഇനി നമ്മൾ ബോംബെയിൽ ഇവിടെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇവിടെ വരാൻ പ്രയാസമുള്ള ആളുകളുണ്ടാവാം. അങ്ങനെയുള്ള ചില താല്പര്യം അങ്ങനെയൊക്കെ പലതുണ്ടാവും. പക്ഷെ എങ്കിൽ കൂടി അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരാൾക്കല്ല, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും. നമുക്ക് മാത്രം ഉണ്ടായി പോലെ നമുക്ക് കുടുംബത്തിനും വേണം, കുട്ടികൾക്കും വേണം, നിർബന്ധമാണ്.
അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഐശ്വര്യം, ആർക്കും പ്രയാസങ്ങൾ ഉണ്ടാവരുത്, ഈ കുടുംബത്തിൽ മാത്രമല്ല ഒരാൾക്കും ഉണ്ടാവരുത്. അതാണ് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലേ. പൈസ കൊടുത്ത് നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റും, നമുക്ക് ഒരു ചിലവില്ലാതെ സഹായിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് നല്ലത് വരണേ പ്രാർത്ഥിക്കുക, അതിന് നമുക്ക് പ്രത്യേക ചിലവൊന്നുമില്ല, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യങ്ങളെ കുറിച്ച് ഏകദേശം കാര്യങ്ങളായി അങ്ങനെ ആചാര്യനെയും കിട്ടിയില്ല ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നെക്കാളും കൂടി എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ആ വിഷയം എനിക്ക് കിടക്കാത്തത്. കാരണം എന്നെക്കാളും കൂടുതൽ എനിക്ക് വലിയ വിശ്വാസമായിട്ട് ഉണ്ടാവും. പിന്നെ ഞാൻ എന്തെങ്കിലും നന്ദിയുണ്ടാവും. ഏകദേശം കാര്യങ്ങളായി പറഞ്ഞു. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വന്തം ഒന്ന് ആലോചിച്ച് വെക്കട്ടോ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ശരിയില്ലാവുന്ന ഞാൻ ഒഴിവാക്കാം, ഒന്നും തന്നെയാ. നമ്മൾ അറിയണ കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ അഭിപ്രായം പറയണമെന്ന് മാത്രമല്ല, ചിലപ്പോൾ പോരായ്മകളുണ്ടാവാം, അല്ലെങ്കിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാരണം യോജിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഇതൊക്കെ ഉണ്ടാവും. അത് പറ. അതുപോലെ ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, നമ്മളിത് കഴിഞ്ഞാൽ നമ്മളൊരു നിത്യതാണെന്ന് പറയും. നമ്മൾ പ്രതിഷ്ഠിച്ചു, നമ്മൾ ദിവസം നമ്മൾ എന്താ പറ്റി ചെയ്യുക, അതുപോലെ മാസത്തിൽ നമ്മൾ എന്താ ചെയ്യുക, വാർഷികമായിട്ട് എന്താ ചെയ്യുക, അതും നമ്മൾ ആലോചിച്ച് ഞങ്ങൾക്കൊരു തോന്നിയ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ രീതി നമ്മൾ നിശ്ചയിക്കും. കാരണം നമുക്കൊക്കെ തിരക്കുള്ള ആളുകളാണ്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ നിശ്ചയിച്ചത് അത് ജീവിതാവസാനം കൊണ്ടുപോകും. അപ്പോൾ നിശ്ചയിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചത് എന്ത് നേരം അല്ലേട്ടാ, മേളിൽ നിന്ന് താഴോട്ട് വരാൻ പറ്റത്തില്ല. നമുക്ക് അതുകൊണ്ട് വലുതായിട്ട് തീരുമാനിച്ചിട്ട് താഴേക്ക് വരാൻ പിന്നെ പറ്റത്തില്ല. താഴെ നാമ നമുക്ക് മേളിലോട്ട് എത്ര വേണേ പോവാം. അതാ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് മാസത്തിൽ ഒരിക്കലാന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ നമുക്ക് വേണേൽ അത് പിന്നെ ദിവസ പൂജയാക്കാം. പക്ഷെ നമ്മൾ ദിവസ പൂജ സങ്കല്പിച്ചാൽ പിന്നെ താഴോട്ട് വരാൻ പറ്റില്ല. അതെ അതെ അതെ, അതാ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത്. മെയിനായിട്ട് നിങ്ങൾ എല്ലാവരോടും തീരുമാനിച്ചാൽ നമ്മളൊരു അഭിപ്രായം വിചാരിച്ചത് എന്താ വെച്ചാല് 2 നേരം വിളക്ക് വെക്കാൻ ദിവസം പറ്റും വിചാരിച്ചില്ലേ പ്രായം. അതുപോലെ മാസത്തിൽ ഒരു ദിവസം, 30 ശനിയാഴ്ച അങ്ങനെ ഒരു ദിവസം മാസത്തിൽ പൂജ വയ്ക്കുക. അല്ലെ ശനിയാഴ്ച തോറും ആക്കാൻ ചേട്ടാ, അതിങ്ങനെ നമ്മള് മാസത്തിലൊരു ഗണപതി ഹോമമുണ്ട്. മാസത്തിലൊരു ഗണപതി ഹോമം പൂജയുണ്ട്. 2 നേരം വിളക്ക് വെക്കുക. പിന്നെ നിത്യപൂജ ചെയ്യുന്നതിൽ തെറ്റില്ല. മാസത്തിലൊരു പൂജ നമുക്ക് ഒരു ഗണപതി ഹോമം വിചാരിക്കുന്നു. വാർഷികമായിട്ട് പ്രതിഷ്ഠാദിനത്തിന്റെ അന്ന് തന്ത്രി ഒഴിച്ചൊരു പൂജ. പിന്നെ ഇനിയിപ്പോ ഞാൻ പറഞ്ഞ കാര്യം എത്ര വേണേ കൂട്ടാം. ഈ കാര്യം അല്ല, ഇത് കൂടാതെ ഒരാടെ ഒരു പിറന്നാൾ വരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു ദിവസത്തിൽ തുറന്ന് പൂജ കഴിക്കണമെങ്കിൽ അങ്ങനെയൊക്കെയാണ്. ഈ കാര്യം മിനിമം ചെയ്യേണ്ടത് മാസത്തിലൊരു ഗണപതി ഹോമവും 2 നേരം വിളക്കും. അതാണ്. പിന്നെ നമുക്ക് നിത്യപൂജ ചെയ്യാം. ഈ കാര്യം നമ്മൾ നിശ്ചയിക്കും. ഇതാണ് ഇപ്പൊ നമ്മള് അയ്യപ്പൻ്റെ നാട്. നമ്മളിപ്പോ അതാണ് നമ്മൾ ചെയ്തോളം ഉറപ്പിച്ച് പറയാം. പിന്നെ നമുക്ക് നാളെ മുതൽ നമുക്കൊരു പൂജാരി വരുന്നുണ്ട്, അത് 2 നേരം പൂജ ആയിക്കോട്ടെ. അല്ലെങ്കിൽ നമുക്ക് ദിവസം നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് കഴിയുന്നവരെ കൊണ്ട്. പക്ഷെ ദിവസം പൂജ വേണം നമ്മൾ വെച്ചാൽ മുടങ്ങി കഴിഞ്ഞാൽ അതാണ്. ദിവസം വേണം, ഒരു വിഷമമില്ല. അതുപോലെ ശനിയാഴ്ചകളുടെ പൂജ വേണം, നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. എന്തെങ്കിലും കേസ് എന്തെങ്കിലും കാരണവശാലും നാളെ ഒരു പൂജാരി വരുന്നുണ്ട്. അതായിക്കോട്ടെ, ഞാനത് വിചാരിക്കാറില്ല. പൂജാരി വരുമ്പോ 2 നേരം പൂജ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പൂജയുടെ ദിവസം 2 നേരം അതിന് പ്രശ്നമില്ല. ഞാൻ എന്താ ഇത് പറയാൻ കാരണം നമ്മൾ ദൈവനോട് ആദ്യം പറയുമ്പോൾ നമുക്ക് അനുവർത്തിച്ച് കൊണ്ടുപോകാൻ പറ്റണത്, അതായത് 3 ദിവസം കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യം പറയാൻ പാടുള്ളൂ ആദ്യം. അല്ലാണ്ട് ആദ്യം നമ്മൾ പൂജ ചെയ്യാൻ പൂജ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഏൽക്കരുത്. എല്ലാ ദിവസവും ചെയ്യാം, നമുക്ക് എല്ലാ ദിവസവും പൂജ ചെയ്യാം. നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്. ഇന്ന കാര്യങ്ങൾ നല്ലത്. അതിലും ആലോചിച്ച് എങ്ങനെയാ വെച്ചാൽ മാറ്റം വരുത്തട്ടോ. നമ്മുടെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. എങ്ങനെയാ വെച്ചാൽ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുക. പക്ഷെ എന്താ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിയണം. കാരണം അത് ഒരാളെ കൊണ്ടൊന്നും കൊണ്ടത് നടത്താനും പറ്റില്ല. കുറേ കാര്യങ്ങൾ അപ്പം എന്താണ് നടന്നത്, കുറേ കമ്പ്യൂട്ടർ വന്ന് തെറ്റുപോയില്ലാതെ അപ്പം നമുക്കും അതെ ഇന്ന കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് കുറച്ചുകൂടി നമുക്കൊരു നമ്മുടെ കുടുംബത്തിനും കാര്യങ്ങൾക്ക് ഐശ്വര്യത്തിന് വേണ്ടി കാരണം നമുക്ക് വന്ന് നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവുമല്ലോ. മറ്റിപ്പോൾ കമ്പൂരിമാരെ മാത്രം വിചാരിച്ചു നടക്കുന്നില്ല. എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ഉണ്ടെങ്കിലാണ്. ഇനിയിപ്പോൾ അതൊക്കെയാണ് സ്റ്റീവൻ്റെ സംശയം ചോദിക്കാം. കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ എത്തുന്ന നമ്മുടെ പ്രവൃത്തി നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. എത്ര മാത്രമേ ഇവിടെ എന്തായാലും വേറെ സന്തോഷമാണ്. എല്ലാവരും ഒന്നിച്ചായതുകൊണ്ട് നമുക്കൊരു മനസ്സിൽ വളരെ സന്തോഷമാണ്. കാരണം ഒരാളായി നടക്കാനില്ലാത്ത വിഷയം ഒന്നിച്ചുള്ള കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലം എല്ലാവർക്കും കൊടുക്കുന്നു. അതെ ഞാൻ പറഞ്ഞത്, നമുക്ക് ഇപ്പൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം പല തിരക്ക് നമ്മൾ വരണ പറഞ്ഞ കാര്യമില്ല, പല തിരക്ക് ജീവിതത്തിലുണ്ടാവും. മാത്രമല്ലോ